ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ മെൻ ആണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾ സ്നേഹത്തോടെ ടീച്ചറമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നു. എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കണേ. ടീച്ചറമ്മയുടെ മനസ്സിൽ രാവിലെ വന്നൊരു ഇൻറ്റ്യൂഷനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന ഒരുപാട് സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറമ്മേ, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു 10 പൈസ ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് എനിക്കൊരു സപ്പോർട്ട് തരുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ജോലിക്ക് വിടുന്നില്ല. വീട്ടിലുള്ള ജോലികൾ ചെയ്ത് നിന്നാ മതി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എനിക്കൊരു കൈത്താങ് തന്നിരുന്നെങ്കിൽ, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെന്റെ മുന്നിൽ പൊട്ടിക്കരയാറുണ്ട്. അപ്പോ അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെന്ന് തന്നെ ഞാൻ വിളിച്ചോട്ടെ, അത്രയും സ്നേഹത്തോടെ പറഞ്ഞത്, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവരും ഒരു മനുഷ്യജീവികളാണ്. അവരും ഈ ഭൂമിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളോടെ വന്നവരാണ്. അവർക്ക് അവരുടെ അച്ഛന്റെ രാജകുമാരികളാണ് അവർ ഓരോരുത്തരും. അത്രയും സ്നേഹത്തോടെ അച്ഛൻ നിങ്ങളുടെ കൈപിടിച്ച് ഏൽപ്പിച്ചതാണ് അവരെ. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പലരും വിചാരിക്കും, പുരുഷന്മാർ വിചാരിക്കും, ഞങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് ടീച്ചർ, ഞങ്ങൾ കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട്, അവർ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വീട്ടുജോലി മാത്രം ചെയ്തുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം? അതെല്ലാം വെൽ ആൻഡ് ഗുഡ് ആണ്. അത് മാത്രം ചെയ്തുകൊണ്ട് ഒരു 10 പൈസ വരുമാനം ഏൺ ചെയ്യാതെ അവർ ഹാപ്പി ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പറയും, അവർ രാജകുമാരിയെ പോലെ നോക്കുന്നുണ്ട്, അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? ഇതെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊരു വരുമാനം ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ, എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ 500 രൂപ തരൂ, എനിക്ക് അതിന് തരൂ, ഇത് ആരും ഇഷ്ടപ്പെടില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഏൺ ചെയ്യാനുള്ള ഒരു മാർഗം അവർ പറയുകയാണ്, എനിക്ക് ഇന്നത് ചെയ്യണം. നിങ്ങൾ ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കും, നിങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു, ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കും. ഈ ലോകത്ത് പ്രതിഭ പട്ടേലിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് അധികം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി പഠനം കഴിഞ്ഞ് അവൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ടീച്ചറമ്മ അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയത് കൊണ്ടാണ് എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇമോഷണലി അവർക്ക് ഭയങ്കരമായിട്ട് വീക്ക് ആവുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അവർ പൊട്ടിത്തെറിക്കും, അവർ ദേഷ്യപ്പെടും, അതൊക്കെ ഉണ്ടാവും. മക്കളെ, വീട്ടിലെ മഹാലക്ഷ്മിമാരാണ് സ്ത്രീകൾ ഓരോരുത്തരും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കല്യാണം കഴിഞ്ഞവർ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഭർത്താവ് ഭയങ്കര ലവിങ് കെയറിങ് സപ്പോർട്ടീവ് ആയിരിക്കും, പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങൾ മോശമായിരിക്കാം, ചിലപ്പോൾ തിരിച്ചായിരിക്കാം, ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് അങ്ങോട്ട് വളരാൻ പറ്റാത്ത അവസ്ഥ, പല സ്ത്രീകളും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്. പലരും പറയാറുണ്ട്, ഹസ്ബൻഡ് രാവിലെ ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ ജോലിക്ക് പോകും, മക്കൾ സ്കൂളിലേക്ക് പോകും, പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി യന്ത്രത്തെ പോലെ ഇങ്ങനെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ജോലി ചെയ്ത് കുറെ എത്തുമ്പോൾ എനിക്ക് മടുപ്പ് വരും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു? ഈ ഒരു ജോലികളും ചെയ്ത് ഇങ്ങനെ ജീവിക്കേണ്ടതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു 10 പൈസ സ്വന്തമായിട്ട് വരുമാനമുണ്ടോ? എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് കൈത്താങ് തന്ന് എന്നെ ഒന്ന് ഉയർത്തിയെടുക്കാൻ ആരുമില്ല. ഹസ്ബൻഡ്, നീ കഴിച്ചോ ഉണ്ടോ എന്ന് പോലും പലപ്പോഴും ചോദിക്കാറില്ല. നീ സന്തോഷമായിട്ടിരിക്കുന്നു. ഹസ്ബൻഡ് വരുന്നു, അവര് മൊബൈലിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നു, ചിലപ്പോൾ ഒന്ന് പുറത്തു പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതം, ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ. മക്കളെ, നിങ്ങൾ ഫിസിക്കലി ഒരുപാട് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ അടുക്കള ജോലിയിൽ സഹായിച്ചു കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇമോഷണൽ സപ്പോർട്ട് എത്ര പേര് കൊടുക്കുന്നുണ്ട്? സ്ത്രീകൾക്ക് വേണ്ടത് അതാണ്. അവരുടെ മനസ്സിനെ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക. നിങ്ങൾ അവരൊരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും, ഒരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, അന്നത്തെ ചിക്കൻ കറി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്ന് അവർ അപ്രീസിയേഷൻ കൊടുക്കുക. അവർ ഈ വീട്ടിൽ ചെയ്യുന്ന ഓരോ ജോലികളും നിങ്ങൾ പുരുഷന്മാർ, നമ്മൾ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടു കാണും, ജയറാമേട്ട അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും
അവര് ചെയ്യുന്നൊരു ജോലി പുരുഷന്മാർ ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയേറെ കാര്യങ്ങളാണ് ഒരു ദിവസം അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഞാൻ ഓഫീസിൽ പോയി കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ അവരിവിടെ ചെയ്യുന്നുണ്ട്. ശരിയാണ്. പക്ഷെ രണ്ടുപേരും ഏൺ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉയരും അല്ലെ. കുഞ്ഞുങ്ങൾ പോയി കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അവരോട് ചോദിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ മക്കൾ അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്, നിനക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണോ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കുക. അവർ ഒരുപാട് ആഗ്രഹങ്ങൾ പറയും. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടൊന്ന് ഇരുന്ന് കേൾക്ക്. അവർക്ക് എന്താ പറയാനുള്ളത്? സ്ത്രീകൾക്കുണ്ടല്ലോ, അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുരുഷന്മാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മിണ്ടാതിങ്ങനെ ഇരിക്കും. സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ ഇങ്ങനെ കലവിലാ ചലച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. പ്ലാറ്റിനം ക്ലാസ്സിലെ ടീച്ചറും അത് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വന്നിട്ടൊന്ന് ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. അവർ ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചേട്ടാ മീൻകാരം വന്നു, ഞാൻ പൈസ കൊടുത്തു, അങ്ങനെ പോയി, ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അങ്ങനെയൊന്നും അവരെ കേൾക്കാൻ ഒരാളുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കേൾക്കുക. അവരോട് ചോദിക്കുക, നിന്റെ സ്വപ്നങ്ങൾ എന്താണ്, നിന്റെ ആഗ്രഹം. അച്ഛൻ്റെ രാജകുമാരിയായിരുന്നു ആ പെൺകുട്ടി, ഇന്ന് നിങ്ങളുടെ രാജകുമാരിയാണ്. ടീച്ചറമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എന്നെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുക, എനിക്ക് അത്രയും സപ്പോർട്ടാണ് തരുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന്റെ ബലത്തിലാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു മനുഷ്യരും നമ്മളെ ഒന്നും പറയാം, നമുക്ക് അത്ര ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉള്ളപ്പോൾ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ഒരു ലൈഫിൽ ഒരു കാര്യം വരുമ്പോൾ എന്നോട് പറയും, അത് ഈ രീതിയിൽ നമ്മൾ ചെയ്തില്ല, അതായിരിക്കില്ലേ നല്ലത് എന്നൊക്കെയുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാനായിട്ട് സപ്പോർട്ടായിട്ട്, ബാക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര പവറാണ്. അപ്പോൾ ഏതൊരു പുരുഷന്റെ സക്സസിന് പിന്നിലും ഒരു സ്ത്രീയാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു സ്ത്രീ വിജയിക്കണമെങ്കിൽ അതിന്റെ സപ്പോർട്ടായിട്ടും ഒരു പുരുഷന് നിൽക്കാൻ പറ്റും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സപ്പോർട്ട് കൊടുക്കുക, പരസ്പരം തുണയായി നിൽക്കുക, നിങ്ങളുടെ ഭാര്യമാരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചോദിച്ചറിയുക, പരസ്പരം അത്രയും സ്നേഹത്തോടെ അവർക്ക് എന്ത് ചെയ്യാനാണ് അവർക്കൊരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. അവർക്ക് ഓരോരുത്തരോടും ചോദിക്കും, പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും, അവർക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അവരെയും കൂടെ സ്വപ്നങ്ങൾ പൂവണിയുമ്പോഴാണ് ആ ഒരു കുടുംബ ജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്. അതായത് ഏത് ലൈഫ് പാർട്ട്ണർ ആണോ സ്വന്തം ഭാര്യയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്, കെയർ കൊടുക്കുന്നത്, ആ വീടാണ് ഏറ്റവും സ്വർഗതുല്യമായി മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഭാര്യമാർക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുക്കുക. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് അങ്ങേയറ്റം സപ്പോർട്ട് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ആ സപ്പോർട്ട് കൊടുക്കാൻ ആളില്ല. ഒരു കൈത്താങ്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്ക്, നീ ചെയ്യടി, നിന്റെ കൂടെ ഞാൻ നിൽക്കാം, ഒരൊറ്റ വാക്ക് മതി. സ്ത്രീകൾക്ക് പ്രശ്നം വരുമ്പോൾ ഉണ്ടല്ലോ, ഞാനും പണ്ട് ആഗ്രഹിച്ചുള്ള ഒരു കാര്യം വരുമ്പോൾ, നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് ഞാനില്ലേ എന്നുള്ള ഒരൊറ്റ വാക്ക് മതി. അവർക്ക് കിട്ടുന്ന ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഓരോരുത്തരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഭാര്യമാരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹമുള്ളത് അവരെ ചെയ്യാനായിട്ട് അനുവദിക്കാം. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരുപാട് സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള ലേഡീസ് ഉയർന്നു വരണമെന്നാണ് ടീച്ചറും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. പുരുഷന്മാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അത്രയും സപ്പോർട്ടും സ്നേഹവും കെയറും നിങ്ങൾ കൊടുക്കാം. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ ഒരു ജീവിതം, അവർ നമുക്ക് വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അവരുടെ ജീവിതം, അവരെയും അവരുടെ സ്വപ്നങ്ങളും കൂടെ സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്നത് മക്കളെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക, കെയർ കൊടുക്കുക, സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചർമാർക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നെങ്കിൽ എൻ്റെ ഈ ഒരു എന്താ പറയുക ഉദ്യമം ധന്യമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത വീഡിയോസ് ആയിട്ട് ടീച്ചർമ്മ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബ്ലെസ്സിങ്സ്.